Hi friends, welcome to my channel Nest by Roops. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതേ ഈ കാണുന്ന ഐറ്റമാണ്. നല്ല നമ്മുടെ ഡൊമിനോസിൽ നിന്നൊക്കെ വാങ്ങുന്നതിലും ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഓവനിൽ നമുക്ക് നല്ല ടേസ്റ്റി പിസ്സ ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഒരു 1/4 കപ്പ് ഇളം ചൂട് വെള്ളമാണ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റ് കൂടെ ചേർക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്യണം. ഈ ഒരു പിസ്സ തയ്യാറാക്കാനായിട്ട് ഓവൻ വേണമെന്നൊന്നുമില്ല. നമുക്ക് നമ്മുടെ വീട്ടിലെ പാനിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പക്ഷെ ഞാനിങ്ങനെ ഓവനിൽ ഉണ്ടാക്കാൻ കാരണം ഓവൻ വന്നതിന് ശേഷം ഞാൻ ഓവനിൽ ഉണ്ടാക്കുന്ന റെസിപ്പീസൊക്കെ സെർച്ച് ചെയ്തപ്പോൾ വീഡിയോസൊക്കെ വളരെ കുറവാണ്, പ്രത്യേകിച്ച് മലയാളത്തിൽ. അതുപോലെ തന്നെ ഓരോ മോഡലിൻ്റെയും കുക്കിംഗ് ടൈമും അതിൻ്റെ സെറ്റിങ്സും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് IFB മൈക്രോവേവ് കൺവെൻഷൻ ഓവനിൽ ചെയ്യുന്ന മെത്തേഡാണ്. ഓവൻ കയ്യിലുണ്ടെങ്കിലും റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാറ് അപൂർവമാണ്. കാരണം റെസിപ്പീസൊന്നും യൂട്യൂബിലൊന്നും അവൈലബിൾ അല്ല. അതുമാത്രമല്ല അതിൻ്റെ ബുക്ക്ലെറ്റിൽ തന്നിരിക്കുന്നത് പല ബുക്സും റെസിപ്പീസിൻ്റെ ബുക്സും റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ 1, 2, 3 തവണയൊക്കെ ട്രൈ ചെയ്യുമ്പോഴാണ് നമുക്കത് പെർഫെക്റ്റായിട്ട് കിട്ടാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഈസ്റ്റും ഒക്കെ ആ ചൂടുവെള്ളത്തിൽ നല്ലതായി അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 15 മിനിറ്റാണ് ഞാൻ വെക്കുന്നത്. 15 മിനിറ്റ് ഇത് ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വെച്ചിട്ട് നമുക്കെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് മൈദയാണ്. ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നമ്മുടെ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത ഈസ്റ്റും പഞ്ചസാരയും ഒക്കെ നല്ലതുപോലെ ഫെർമെൻറ്റേഷനായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മൈദയിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണ് ഉപ്പ് കൂടെ ചേർക്കണം. ഞാനത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി നമ്മൾ ഫെർമെൻറ്റേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മിശ്രിതം ഇതിലേക്ക് ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. കൈ ഉപയോഗിച്ച് തന്നെ നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട, ഇത് നമുക്ക് പാകമായിരിക്കും. പിന്നെ കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് മൈദാപ്പൊടി വിതറിയതിന് ശേഷം കുഴച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഒന്ന് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് ഓയിൽ കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ലതുപോലെ കുഴച്ചെടുക്കുക. നല്ലതുപോലെ നമ്മൾ എത്രത്തോളം കുഴക്കുന്നോ അത്രയും സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഡോ. അപ്പോൾ കുഴച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ പുറത്ത് കുറച്ച് ഓയിൽ കൂടെ തടവി കൊടുത്ത് നമുക്കിതൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ 1 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് ഡബിളായി വരും എന്നാണ്. പക്ഷേ സത്യം പറയാലോ, ഞാൻ ഒരുപാട് തവണ പിസ്സ ട്രൈ ചെയ്തിട്ടുണ്ട്. പിസ്സ നന്നായി വന്നിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ ഡോ പൊന്തി വന്നിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അതുകൊണ്ട് പിസ്സക്ക് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടില്ല. പിസ്സ നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടാറുമുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഓവൻ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കൺവെൻഷൻ മോഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ കൺവെൻഷൻ നമ്മൾ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ഡിഗ്രി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ 180 ഡിഗ്രിയിലാണ് പ്രീ ഹീറ്റ് ചെയ്യുക. 180 ഡിഗ്രി ആക്കിയതിന് ശേഷം സ്റ്റാർട്ട് ബട്ടൺ ഞെക്കുക. 30 മിനിറ്റ്സ് എന്ന ടൈമിങ്ങിൽ പുറകിലോട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പ്രീ ഹീറ്റ് എന്നുള്ള ഓപ്ഷൻ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം ഓവൻ പ്രീ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 5 മിനിറ്റോടെ അത് പ്രീ ഹീറ്റ് ആയിക്കോളും. അപ്പോൾ നമുക്ക് നമ്മുടെ ഡോ തുറന്നു നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, അത് വല്ലാണ്ടങ്ങ് പൊങ്ങി വന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടാണോ എന്നറിയില്ല, പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഓവനിൽ പിസ്സ തയ്യാറാക്കുന്നവർ, ഇങ്ങനെ ഡോ ഒക്കെ തയ്യാറാക്കുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു തരിക. ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെങ്കിൽ എനിക്കത് തിരുത്താലോ. പക്ഷേ ഇതുകൊണ്ട് പിസ്സക്ക് ഒരു ടേസ്റ്റിനും മാറ്റം സംഭവിക്കുന്നില്ല, നല്ല ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ പിസ്സ തയ്യാറാക്കുന്ന പാനിൽ ഞാൻ കുറച്ച് ബട്ടർ തടയി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ അതിൽ വെച്ച് തന്നെയാണ് നമ്മുടെ ഡോ പരത്തി കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ചപ്പാത്തി പലകയിലൊക്കെ വെച്ച് ചപ്പാത്തി പരത്തുന്നത് പോലെ ഒന്ന് പരത്തി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഇടാം. ഞാൻ കൈവച്ച് തന്നെ പ്രസ് ചെയ്ത് പരത്തി കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചപ്പാത്തി പോലെ അത്ര നൈസാകണ്ട, എന്നാൽ ഒരുപാട് കട്ടിയും വേണ്ട, ഒരു മീഡിയം സൈസിൽ ഞാനിത് പരത്തി കൊടുക്കുകയാണ്. നല്ലതുപോലെ ബേസ് പാകത്തിന് പരത്തി കൊടുത്തതിന് ശേഷം ഒരു ഫോർക്ക് എടുത്ത് നമുക്കിതിൽ കുറച്ച് ഹോൾസ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓവൻ ഇവിടെ പ്രീ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പെട്ടെന്ന് തന്നെ നിൽക്കുന്നതാണ്. ഇത് പ്രീ ഹീറ്റ് ആയി കഴിഞ്ഞ് നിൽക്കുമ്പോൾ ആ പ്രീ ഹീറ്റ് എന്നുള്ള ബ്ലിങ്ക് ചെയ്യുന്നത് നിൽക്കും. അതുപോലെ തന്നെ ബീപ്പ് സൗണ്ടും കേൾക്കാം.
കണ്ടോ, ബീപ്പ് സൗണ്ടോട് കൂടി അത് സ്റ്റോപ്പായിട്ടുണ്ട്. അവിടെ കുക്ക് എന്നുള്ള ഓപ്ഷൻ സ്റ്റോപ്പായി. ഇപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യുന്നതും ബ്ലിങ്കുന്നതും സ്റ്റോപ്പായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ സമയം കൊണ്ട് തന്നെ ക്യാപ്സിക്കവും സവാളയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. വളരെ ചെറുങ്ങനെയല്ല, കുറച്ച് അത്യാവശ്യം വലുപ്പത്തിൽ, കാരണം ഇത് നല്ലതുപോലെ കുക്കായി കിട്ടും. അപ്പോൾ അത്യാവശ്യം വലുപ്പത്തിൽ സവാളയാണെങ്കിലും ക്യാപ്സിക്കം ആണെങ്കിലും സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്ന ചീസ് മൊസറല്ല ചീസാണ്. ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെതും എടുക്കാം. ഇതൊന്ന് ചോപ്പ് ചെയ്ത് വെക്കണം എന്ന് മാത്രം. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോസ് ചേർക്കാം. ഞാനിവിടെ ടൊമാറ്റോ കെച്ചപ്പാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പിസ്സ സോസൊക്കെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ, അത് ട്രൈ ചെയ്യാം. ഞാൻ ഈ ടൊമാറ്റോ സോസിൻ്റെ കൂടെ കുറച്ച് റെഡ് ചില്ലിയും കൂടെ ആഡ് ചെയ്തിട്ട് ആണ് ഇതിൻ്റെ സോസ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനത് സെപ്പറേറ്റ് ആഡ് ചെയ്യുന്നില്ല. ഇതിലേക്ക് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് കുറച്ച് ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ റെഡ് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാണ്. അപ്പോൾ റെഡ് ചില്ലി ഫ്ലേക്സ് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഞാനിവിടെ നമ്മുടെ ഉണക്കമുളക് ഒന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അത് ഇതുപോലെ വിതറി കൊടുക്കാം. ഇനി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചീസും അതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് വിതറി കൊടുക്കാം. ചീസൊക്കെ നല്ലതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. ചീസൊക്കെ മെൽറ്റ് ആകുമ്പോഴാണ് നമുക്ക് ആ പിസ്സക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അതുകൊണ്ട് ചീസിലൊന്നും പിശുക്ക് കാണിക്കണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാപ്സിക്കവും സവാളയും കൂടെ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ടൊമാറ്റോ വേണമെങ്കിൽ ആഡ് ചെയ്യാം, ക്യാപ്സിക്കം പല കളറിൽ ആഡ് ചെയ്യാം, ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ആഡ് ചെയ്യാം, പനീർ ആഡ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടം മഷ്റൂം ആഡ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും, അതുപോലെ തന്നെ ഒലീവ്സും ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പിസ്സയാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ക്യാപ്സിക്കവും സവാളയും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലും വീണ്ടും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ ചീസ് ആഡ് ചെയ്യാണ്. അപ്പോൾ ഇനി ചേർക്കുന്നതാണ് ഒറിഗാനോ. അപ്പോൾ നമ്മുടെ പിസ്സയ്ക്ക് ആ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ കിട്ടുന്നത് ഈ ഒറിഗാനോ വഴിയാണ്. അപ്പോൾ ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. നിങ്ങൾക്ക് വീട്ടിലിത് തയ്യാറാക്കാം. ഞാനിപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ പനിക്കൂർക്ക വെച്ച് ഒറിഗാനോ തയ്യാറാക്കുന്നത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ട്രൈ ചെയ്യാം. ഞാനിതെന്തായാലും കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതിൻ്റെ കൂടെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിസ്സക്ക് ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പാണിത്. 1 ടീസ്പൂണ് ഒലീവ് ഓയിൽ കൂടെ അതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. ഇത് തികച്ചും ഓപ്ഷനിലാണ്, ഇത് ചേർക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഇത്രയേ പരിപാടിയുള്ളൂ. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഓവനിൽ കുക്ക് ചെയ്യുക എന്നത്. അപ്പോൾ ഓവൻ ഓൾറെഡി പ്രീ ഹീറ്റൊക്കെ ആയി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് റീസെറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് 2 തവണ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റീസെറ്റ് മോഡിലേക്ക് പോവും. പിന്നെ കൺവെൻഷനിലാണ് കുക്ക് ചെയ്യുന്നത്. നേരത്തെ ചെയ്തതുപോലെ കൺവെൻഷൻ ക്ലിക്ക് ചെയ്ത് 180 ഡിഗ്രിയിൽ എത്തിക്കുക. അതുപോലെ തന്നെ ഇവിടെ ടൈമിങ് മിനിറ്റും സെക്കൻഡ്സും ഉണ്ട്. അപ്പോൾ 17 മിനിറ്റിലാണ് കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ 10 എന്നത് ക്ലിക്ക് ചെയ്തതിന് ശേഷം 7 ടൈംസ് ക്ലിക്ക് ചെയ്ത് 17 മിനിറ്റ്സ് ആക്കുക. അതിനുശേഷം സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 17 മിനിറ്റ്സിന് താഴോട്ടാണ് കുക്കായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇടയ്ക്ക് ഇത് തുറന്ന് നോക്കണമല്ലേ, ഇവിടെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം തുറന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം ഫുഡൊക്കെ നോക്കി, അല്ലെങ്കിൽ ഫുഡ് പുറത്തെടുക്കുകയാണെങ്കിൽ എടുത്ത് ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുമ്പം സ്റ്റോപ്പായതിൽ നിന്ന് തന്നെ വീണ്ടും സ്റ്റാർട്ടാകുന്നതാണ്. അതുപോലെ ഇവിടെ സ്റ്റോപ്പ് റീസെറ്റ് എന്നുള്ള ബട്ടൺ ഉണ്ട്. ആ സ്റ്റോപ്പ് 1 തവണ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് സ്റ്റോപ്പാണ്. 2 തവണ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ അത് റീസെറ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോകുന്നുള്ളൂ. അതുപോലെ തന്നെ കടകളിൽ നിന്ന് നമുക്ക് പിസ്സ ബേസ് വാങ്ങിക്കാൻ കിട്ടും. അത് പാതി കുക്കായതാണ് കിട്ടുക. അത്തരം ബേസിലാണ് നമ്മൾ പിസ്സ കുക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്കതിന് വേറെ ഓപ്ഷനാണ്. ഇവിടെ ബ്രെഡ് സ്നാക്സ് എന്ന് പറഞ്ഞിട്ട് പിസ്സയുടെ ചിത്രത്തിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഡയറക്റ്റ്ലി ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്തരം പിസ്സ നമുക്ക് ഇങ്ങനെ കുക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കോഡ് 150 എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത് 14 മിനിറ്റാണ് എടുക്കുന്നത്. 14 മിനിറ്റിൽ താഴോട്ടായിട്ട് കുക്കായി വരും. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ തന്നെ തയ്യാറാക്കിയ പിസ്സ ബേസാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഓപ്ഷൻ സ്റ്റോപ്പ് ചെയ്ത് റീസെറ്റ് അടിച്ചതിന് ശേഷം കൺവെൻഷൻ മോഡിൽ 180 ഡിഗ്രിയിൽ 17 മിനിറ്റ്സ് കുക്ക് ചെയ്യാൻ പോവുകയാണ്.
അപ്പോൾ ആ പ്രോസസ്സ് സ്റ്റോപ്പ് ആകുമ്പം ബീപ്പ് സൗണ്ട് വരും, അതോടുകൂടെ എൻഡ് എന്ന് എഴുതി കാണിക്കും. അപ്പോൾ നമുക്കിത് തുറന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പ്രത്യേകം പറഞ്ഞതുപോലെ നല്ല ചൂടായിരിക്കും അകം. അപ്പോൾ നമ്മൾ ഗ്ലൗസും ഒക്കെ യൂസ് ചെയ്ത് വേണം ഉള്ളിൽ നിന്നും നമ്മുടെ പിസ്സ എടുക്കാൻ. പിസ്സ എന്നല്ല, എന്ത് ഫുഡ് നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാലും എടുക്കുമ്പോൾ ഗ്ലൗസൊക്കെ ധരിച്ച് വേണം എടുക്കാൻ. അപ്പോൾ നമ്മുടെ പിസ്സ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട് ഒറിഗാനോ ഇട്ട കാരണം. നമ്മുടെ ചീസൊക്കെ നല്ലതുപോലെ മെൽട്ടായിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ്, പെപ്പർ, ഒറിഗാനോ ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല സൂപ്പർ ടേസ്റ്റി പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ എക്സ്പേർട്ടൊന്നുമല്ല, ഞാനിങ്ങനെ ട്രൈ ചെയ്ത് പഠിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പറഞ്ഞു തരാം. ഫസ്റ്റ് ചെയ്യുന്നവർക്ക് ഇത് നോക്കി ട്രൈ ചെയ്യാവുന്നതാണ്. ആദ്യം പറഞ്ഞതുപോലെ ഇത് ഓവനിൽ ഉണ്ടാക്കണം എന്നൊന്നുമില്ല, നമുക്ക് പാനിലും ഇതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ട് പിസ്സ തയ്യാറാക്കാം. പക്ഷേ ഓവനിൽ ഉണ്ടാക്കുന്ന റെസിപ്പീസ് വളരെ കുറവായത് കാരണം ഞാനത് നിങ്ങളുമായി പങ്കുവെക്കുന്നു എന്ന് മാത്രം. ഞാൻ പറഞ്ഞല്ലോ, സെയിം മോഡലിൽ തന്നെയാണെങ്കിലും സെറ്റിങ്സിലും ടൈമിങ്ങിനും ഒക്കെ വ്യത്യാസം വരുന്നുണ്ട്. ഞാനത് ഇതേപോലെ സെയിം മോഡലിൽ കണ്ട ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് പാളിപ്പോയി. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കുന്നതൊക്കെ നല്ലതായിരിക്കും. ഇതുപോലെ തന്നെ മൈക്രോവേവ് ഓവനിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസായി രേഖപ്പെടുത്തണം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ സൈനിങ് ഓഫ് രൂപ്സ്.